അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെർബ് പാറ്റേൺസ്, വെർബ് സ്ട്രക്ചേഴ്സ് നമ്മൾ അടുത്ത കാറ്റഗറി പഠിക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെ സബ്ജക്റ്റ് വെർബ്സ് വെർബ് പ്ലസ് ഇൻഡെഫിനിറ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണോ അല്ലെങ്കിൽ പ്രോനൗൺ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വരിക. ആ കാറ്റഗറിയിൽ ഒരു സെൻറ്റൻസ് ഞാൻ തന്നിട്ടുണ്ട്. ദേ ഫൗണ്ട് ഇറ്റ് പ്ലേയിങ് കാർഡ്സ്. അവനെ കാർഡ്സ് കളിച്ചുകൊണ്ട് കണ്ടു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരിക? ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഫൗണ്ട് എന്ന് പറയുമ്പോൾ ക്രിയ, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയയാണ്, അത് ഫൗണ്ടാണ്. ഓക്കെ. ഇന്ന് പറയുന്നത് പ്രോനൗണാണ് വരിക. ഓക്കെ, ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത്. നൗണാണെങ്കിൽ നൗൺ എഴുതാം, പ്രോനൗൺ ആണെങ്കിൽ അത് സെൻറ്റൻസ് വായിച്ച് നോക്കി മനസ്സിലാക്കി തീരുമാനിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ. ഹിം എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ING ഫോം പോകുന്നുണ്ടല്ലോ അല്ലേ? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ദേ ഫൗണ്ട് ഇൻ പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആണ്, വെർബ് എന്ന് പറയുമ്പോൾ ഫൗണ്ടാണ്, ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോനൗൺ ആണ് വരുന്നത്. പ്ലേയിങ് കാർഡ്സ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കാറ്റഗറി ഇനി വരുന്നുണ്ട്. നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണ് പ്രോനൗണ് പ്ലസ് പ്ലെയിൻ ഇൻഫിനിറ്റീവ് എന്നാണ് ഇന്ന് അടുത്ത കേസ് വരുന്നത്. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഗ്രീഷ്മ എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റാണ് അല്ലേ, ആളുടെ പേരാണ്. ലവ്സ് വെർബാണ്. അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് ഫോം ഓഫ് എൻഡിങ്. അതായത് വെർബിൻ്റെ കൂടെ ING ഫോം എൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ING ഫോം വരുന്നില്ലേ ലാസ്റ്റ്, ING ഫോം വരുന്ന ജെറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ, വെർബ് എന്ന് പറയുമ്പോൾ ലവ്സ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചിങ്, ING ഫോം വരുന്നതുകൊണ്ട്. ഓക്കെ, ജെറണ്ട് ക്ലിയർ ആണോ? ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നാണ് പറയുക. ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ്. ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ലവ്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ഫോം വരുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്ങോ പ്ലേയിങ്ങോ സിംഗിങ്ങോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെർബ് പാറ്റേൺസ്, വെർബ് സ്ട്രക്ചേഴ്സ് നമ്മൾ അടുത്ത കാറ്റഗറി പഠിക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെ സബ്ജക്റ്റ് വെർബ്സ് വെർബ് പ്ലസ് ഇൻഡെഫിനിറ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണോ അല്ലെങ്കിൽ പ്രോനൗൺ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വരിക. ആ കാറ്റഗറിയിൽ ഒരു സെൻറ്റൻസ് ഞാൻ തന്നിട്ടുണ്ട്. ദേ ഫൗണ്ട് ഇറ്റ് പ്ലേയിങ് കാർഡ്സ്. അവനെ കാർഡ്സ് കളിച്ചുകൊണ്ട് കണ്ടു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരിക? ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഫൗണ്ട് എന്ന് പറയുമ്പോൾ ക്രിയ, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയയാണ്, അത് ഫൗണ്ടാണ്. ഓക്കെ, ഇന്ന് പറയുന്നത് പ്രോനൗണാണ് വരിക. ഓക്കെ, ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത്. നൗണാണെങ്കിൽ നൗൺ എഴുതാം, പ്രോനൗൺ ആണെങ്കിൽ അത് സെൻറ്റൻസ് വായിച്ച് നോക്കി മനസ്സിലാക്കി തീരുമാനിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഹിം എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ING ഫോം പോകുന്നുണ്ടല്ലോ അല്ലേ? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലേയിങ് കാർഡ്സ്, ദേ ഫൗണ്ട് ഇൻ പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആണ്, വെർബ് എന്ന് പറയുമ്പോൾ ഫൗണ്ടാണ്, ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോനൗൺ ആണ് വരുന്നത്. പ്ലേയിങ് കാർഡ്സ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കാറ്റഗറി ഇനി വരുന്നുണ്ട്. നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗണ് പ്രോനൗണ് പ്ലസ് പ്ലെയിൻ ഇൻഫിനിറ്റീവ് എന്നാണ് ഇന്ന് അടുത്ത കേസ് വരുന്നത്. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഗ്രീഷ്മ എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റാണ് അല്ലേ, ആളുടെ പേരാണ്.
ലവ്സ് വെർബാണ്. അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് ഫോം ഓഫ് എൻഡിങ്. അതായത് വെർബിൻ്റെ കൂടെ ING ഫോം വെച്ച് എൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ING ഫോം വരുന്നില്ലേ ലാസ്റ്റ്, ING ഫോം വരുന്ന ജെറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ, വെർബ് എന്ന് പറയുമ്പോൾ ലവ്സ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചിങ്, ING ഫോം വരുന്നതുകൊണ്ട്. ഓക്കെ, ജെറണ്ട് ക്ലിയർ ആണോ? ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ജെറണ്ട് എന്നാണ് പറയുക. ഗ്രീഷ്മ ലവ്സ് ടീച്ചിങ് എന്നാണ്. ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ്, ലവ്സ് എന്ന് പറയുമ്പോൾ വെർബാണ്, ജെറണ്ട് എന്ന് പറയുമ്പോൾ ING ഫോം വരുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്ങോ പ്ലേയിങ്ങോ സിംഗിങ്ങോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ക്ലിയർ ആണോ?